നേതാവ് സലീം മടവൂർ കൂടി ചർച്ചയുടെ ഭാഗമാകുകയാണ്. ശ്രീ സലീം മടവൂർ, ഇന്നിപ്പോൾ സമരം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസമായി ഡൽഹി പ്രക്ഷുബ്ധമായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കൾ ഈ സമരത്തിലേക്ക് വന്നു കയറി അവിടെ ഒരു റോൾ രൂപപ്പെടുത്തിയെടുത്തു. പക്ഷേ സമരം പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ അവസാനിക്കുകയാണ്. ഇതിൽ നിരാശയാണോ ഇടതുപക്ഷത്തിന് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിന്? ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷത്തിന് അഭിമാന നിമിഷമാണ്. പ്രതിപക്ഷം ഇറങ്ങിയതോടുകൂടി ഭയപ്പെട്ട് കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിക്കൊണ്ട് ആരൊക്കെയാണോ നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ചയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അവർക്കെതിരെ നടപടിയെടുക്കുന്നു, രാജിവെക്കുന്നു. പാതിരാത്രി പോലും കേന്ദ്രമന്ത്രിമാർ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കളെ സന്ദർശിക്കുന്നു. ആശുപത്രിയിൽ പോയിട്ട് സോനം വാങ്ചുക് അതേവരെ പാകിസ്ഥാൻകാരനാണ്, പാകിസ്ഥാനിൽ പോയിട്ട് അച്ചാരം വാങ്ങിയിട്ടാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് പറയുന്ന ആളുകൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ പോയി കാണുകയും എഴുന്നേൽക്കാൻ സഹായിക്കുന്നു, അദ്ദേഹത്തിന് വെള്ളം കൊടുക്കുന്നു. ഇതൊക്കെ ഇന്ത്യയിൽ കാണുന്ന ഒരു കൗതുക കാഴ്ചയാണ്. ഇന്നലെ വരെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ച ആളുകളെ വളരെ പെട്ടെന്ന് സ്വീകരിക്കുകയും അവരോടൊക്കെ സംസാരിക്കുന്നു. അവർ പറയുന്ന എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വേദനിക്കുന്ന കുട്ടികൾ ഏതാണ്ട് 21ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കുട്ടികൾക്കൊക്കെ 20 ലക്ഷം വീതം ധനസഹായം കൊടുക്കണമെന്നും ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായിട്ട് ഇവർ ഉന്നയിച്ചത്. ഏതായാലും ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കും, വളരെ പോസിറ്റീവായിട്ട് ഏതായാലും കേന്ദ്രമന്ത്രി രാജിവെച്ചിരിക്കുന്നു. ഇതൊക്കെ തന്നെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ആ ശക്തി കൊണ്ട് മാത്രം ഉണ്ടായതാണ്. ആ CJP എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ കീഴില് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ അവരുടെ അക്കൗണ്ട് ഒഴിവാക്കിയിട്ട് റദ്ദ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഡിസേബിൾ ആക്കിയിട്ടും വീണ്ടും മില്യൺ കണക്കിന് ഫോളോവേഴ്സ് വന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. രാജ്യത്ത് എല്ലാ ഭാഗത്തു നമ്മൾ കേട്ടതല്ലേ, ഡൽഹിയിൽ ജന്തർ മന്ദറിലേക്ക് സമരം ചെയ്യുന്ന ഭടന്മാരെ അഡ്രസ് ചെയ്തുകൊണ്ട് സ്വിഗ്ഗിയുടെയും അതേപോലെ സൊമാറ്റോയുടെയും ഒക്കെ ഭക്ഷണ പാക്കറ്റുകൾ വരികയും അത് മതി ഇനി എന്ന് പറയുന്ന രൂപത്തിൽ അത്രമാത്രം രാജ്യത്ത് അവിടെ സമരത്തിൽ പങ്കെടുത്തതിന്റെ എത്രയോ 1000 മടങ്ങ് ആളുകൾ രാജ്യത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് ഈ സമരത്തിന് പിന്തുണ കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? ഈ രാജ്യത്ത് 1-2 വർഷം എല്ലാം മാറ്റിവെച്ച് നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത കുട്ടികളുടെ ചോദ്യ പേപ്പർ അത് തെരുവിലൂടെ കടവില വിൽക്കുന്നത് പോലെ വിറ്റിട്ട് ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കൊന്നും അത് കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്തിനാ ഇരിക്കുന്നത്? അമിത്ഷായുടെ പണി എന്താണ്? അദ്ദേഹത്തിന്റെ കീഴിലുള്ള വകുപ്പിന്റെ പണി എന്താണ്? ഇവിടെ നാടുകളുടെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കാനും മണത്തറിയാനും സാധിക്കുന്ന ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ഇന്ത്യയിൽ ഏറ്റവും വലിയ മത്സര പരീക്ഷയുടെ ചോദ്യ പേപ്പർ കടല വിൽക്കുന്നത് പോലെ നാട്ടിലൂടെ ഇങ്ങനെ വിറ്റ് നടന്നിട്ട് ഇമെയിലായിട്ടും വാട്സപ്പായിട്ടും ടെലഗ്രാമായിട്ടും കൊടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് കൊടുത്തപ്പോ അത് മണത്തറിയാനോ മുൻകൂട്ടി തടയാനോ അതിന്റെ നടപടിയെടുക്കാനോ സാധിക്കാതെ പോയി എന്ന് പറയുന്നത് എന്തൊരു വങ്കത്വമാണ്. ഇതൊക്കെ നേരെ നിരീക്ഷിക്കണ്ടേ? ചോദ്യ പേപ്പർ ഉണ്ടാക്കിയ ആളുകളും ബന്ധപ്പെട്ട ആളുകൾ എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ ഫോൺ ചെയ്യുന്നതെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിക്കണ്ടേ? ഇതൊന്നും ചെയ്യാതെ വളരെ ലാഘവത്തോടു കൂടി നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ അവരുടെ ഭാവി വെച്ച് പന്താടിയപ്പോ അത് ചോദ്യം ചെയ്യാൻ കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് വന്നു. ഈ രാജ്യത്തെ പ്രതിപക്ഷം മുന്നോട്ട് വന്നു. ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെ വേണ്ട രൂപത്തിൽ ഗൗനിച്ചില്ല. അപ്പോഴാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ജൻസി വിഭാഗത്തിലെ കുട്ടികളുടെ ഈ രാജ്യത്തെ ആക്ടിവിസ്റ്റുകൾ ഒന്നടങ്കം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കോക്രോച്ച് പാർട്ടിയുടെ ഭാഗമായി ഇതിന് സമരം ചെയ്യേണ്ടി വരുന്നത്? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്തത്? ഈ സമരം ചെയ്തു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗമായി പോയിട്ട് ഇതെല്ലാം ചെയ്തത് ഞങ്ങളാണ് എന്ന് പറയുന്നതിലൊരു മോശം ഇതില്ലേ? അതായത് നിങ്ങളെല്ലാം പ്രതിപക്ഷമാണെന്ന് പറയുന്നത്. ഇപ്പം കോൺഗ്രസിന്റെ പ്രതിനിധി ഇത് തന്നെയാണ് പറയുന്നത്. CJP നടത്തിയ ഒരു സമരം അവിടെ പോയിട്ട് ഇതെല്ലാം ഞങ്ങൾ നടത്തി വിജയിപ്പിച്ചു എന്ന് പറയുന്നു. ഇടതുപക്ഷവും ഇത് തന്നെയാണ് പറയുന്നത്. അല്ല, ഈ രാജ്യത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് അതിന് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് മറ്റ് പാർട്ടികളുടെ ചുമതല. അപ്പോൾ 1970-കളിൽ ഇന്ത്യ രാജ്യത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭം വന്നു, അഴിമതിക്കെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭം വന്നു. അതൊരു പാർട്ടി അതിന് നേതൃത്വം കൊടുത്തതല്ല, വിദ്യാർത്ഥി പ്രക്ഷോഭമായിരുന്നു അന്ന് നടന്നത്. ആ പ്രക്ഷോഭത്തിന് ജയപ്രകാശ് നാരായണൻ നേതൃത്വം കൊടുത്തു. ഇന്ത്യയിലെ വിവിധ പ്രതിപക്ഷ പാർട്ടികൾ അന്ന് അതിന് പുറത്തു നിന്നാ പിന്തുണ കൊടുത്ത ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ വരുന്നതും അതിനുശേഷം അധികാരത്തിൽ വരുന്ന സമയത്ത് പുതിയൊരു പാർട്ടിയാണ് ഉണ്ടാവുന്നത്. അപ്പൊ രാഷ്ട്രീയത്തിൽ പലതും സംഭവിക്കും. വിദ്യാർത്ഥികളാണ് എല്ലാ കാലത്തും രാജ്യത്ത് ഏകാധിപത്യ ശക്തികളെ അവരുടെ കണ്ണു തുറപ്പിക്കുന്നത്. അത് 70-കളിലെ ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ ജയപ്രകാശ് നാരായണൻ എന്ന് പറഞ്ഞ വന്യ വയോധികന്റെ പുറകിൽ അണിനിരന്നുകൊണ്ടാണ്
ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികള് 70കളില് ബീഹാറിലെ അബ്ദുൽ ഗഫൂറിന്റെയും അതേപോലെ തന്നെ ഗുജറാത്തിലെ കോൺഗ്രസ് സർക്കാരിനൊക്കെ എതിരായിട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം ഉയർന്നു, ഇന്ദിരാഗാന്ധിക്കെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉയർന്നു വന്നത്. സമാനമായ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് രണ്ടാം ജയപ്രകാശ് നാരായണൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. സോനം വാങ്ചുക്കിന്റെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ അദ്ദേഹം അതിന് നേതൃത്വം കൊടുത്തു. ധാർമ്മികമായ നേതൃത്വം, വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം, അതൊക്കെ തന്നെ എല്ലാ രാജ്യത്തും ഉയർന്നു വരുന്നത്. ഒരു പ്രത്യേക പാർട്ടിയായിട്ട് നമ്മുടെ ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് ഒരു സ്വകാര്യ സ്വത്തായിട്ട് കാര്യങ്ങൾ ചെയ്യൊന്നും വേണ്ട, കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. ഈ രാജ്യത്ത് അഴിമതിക്കെതിരായിട്ട് ആരാണോ മുന്നോട്ട്, ആ സംവിധാനമാണ് വിജയിക്കേണ്ടത്. അല്ലാതെ ഒരു പാർട്ടിയുടെ ABCD എന്ന പേര് വിട്ടേക്കോ. നമ്മൾ അഴിമതിക്കെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ നേർവഴിക്ക് നയിക്കാൻ ആരാണോ മുന്നോട്ട് വരുന്നത്, അതാണ് ആ പ്രവർത്തനത്തെയാണ് നമ്മൾ കാണേണ്ടത്, അല്ലാതെ പാർട്ടിയുടെ പേരിൽ എന്തിരിക്കുന്നു.